അപ്പോൾ ഈ സോഷ്യൽ മീഡിയ തുറന്നാലേ പൊതുവെ എന്താ പറയുക, വെറും വർഗീയതയാണ്, ജാതിയാണ്, മതമാണ്, വർഗീയതയാണ്, പറയാനേ ഇല്ല. മറ്റേ ഒന്ന് രണ്ട് സ്ത്രീകളുണ്ട്, അതായത് ഡെയിലി 2, 3, 4 തവണ ലൈവിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല. വർഗീയത മാത്രം. രാഷ്ട്രീയപരമായി രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ വർഗീയതയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ സമൂഹത്തിൽ ഭിന്നിപ്പുകൾ സൃഷ്ടിച്ചിട്ട് എന്താ കാര്യം? ആശയങ്ങൾ തമ്മിൽ വിയോജിപ്പുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് വേണ്ടേ മുന്നോട്ട് പോകാൻ. അതൊന്നും ആർക്കും സമയമില്ല. ഇവിടെ ഐക്യത്തിനെ തകർക്കണം, മതം പറയണം, രാഷ്ട്രീയം പറയണം. അപ്പൊ പറഞ്ഞു വന്നതേ, ഞാനിപ്പോ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 7-8 വർഷമാവും, 7-8 വർഷങ്ങളാവും. ആ 7-8 വർഷം നല്ല രീതിയിൽ കേരളത്തിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിന്റെ, നാടിന്റെ, പൊതുജനങ്ങളുടെ, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ലാതെ ഒരിക്കലും തിന്മയ്ക്ക് വേണ്ടി പ്രതികരിച്ചിട്ടില്ല, ഒരിക്കലും പ്രതികരിക്കില്ല. അതങ്ങനെയാണ്. കാരണം ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ജീവിക്കുമ്പോൾ അന്തസ്സോടെ തലയെടുപ്പോടെ ജീവിക്കണം. മരിച്ചു പോകുമ്പോൾ, മരിച്ചുപോയി കഴിഞ്ഞാൽ പൊതുസമൂഹം നമ്മളോട് പറയണം, നമ്മളോടല്ല നമ്മളെക്കുറിച്ച് പറയണം. അവൻ അല്ലെങ്കിൽ അവൾ ഒരു കാലത്ത് ഇത്ര വർഷം ജീവിച്ചു, ഇത്ര വർഷം നല്ലപോലെ സമൂഹത്തിന് വേണ്ടി സംസാരിച്ചു, സമൂഹത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പോരാടി, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രതികരിച്ചു എന്നൊക്കെ വേണം പറയാൻ. അതല്ലാതെ ഈ സമൂഹത്തിന്റെ തിന്മയ്ക്ക് വേണ്ടി മതേതരത്വത്തെയും മതസൗഹാർദ്ദത്തെയും ഐക്യത്തെയും സന്തോഷത്തെയും സമാധാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്കൊന്നും ഒരിക്കലും താല്പര്യമില്ല. പറയാൻ കാരണം, ഒരു 7-8 വർഷമായി സോഷ്യൽ മീഡിയയിലെ അനീതികൾക്കെതിരെ തീർച്ചയായിട്ടും പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് വൈരാഗ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചില രാഷ്ട്രീയങ്ങൾക്കെതിരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട്, പേരെടുത്ത് പറയാതെ പ്രതികരിച്ചിട്ടുണ്ട്. അതൊക്കെ വേറെ വിഷയം. ഈ മതങ്ങൾക്കെതിരെ പറയുമ്പോൾ ആ പറയുന്ന ആളുകൾക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ആചാര ലംഘനങ്ങൾക്കെതിരെ ഒരു കോടതി ഉത്തരവ് പോലും വന്നു കഴിഞ്ഞാൽ ഒരു മതവിഭാഗത്തിന്റെ ആചാരം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി പോലും നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. നമ്മുടെ മതത്തിൽ ഒരു തെറ്റ് ആരെങ്കിലും ചെയ്താൽ പോലും മതം നോക്കാതെ പ്രതികരിച്ചിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രതികരിച്ചിട്ടുണ്ട്. എന്നാലാവുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അല്ലാതെ ഒരിക്കലും തിന്മയ്ക്ക് വേണ്ടി ഒരിക്കലും പ്രതികരിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഈ ശരീരത്തിലെ ആയുസ്സും ആരോഗ്യവും പടച്ച റബ്ബ് പ്രദാനം ചെയ്യുകയാണെങ്കിൽ ഇനിയുമുള്ള കാലത്തോളം മരണം വരയ്ക്കും സത്യത്തിന് വേണ്ടി, അനീതിക്കെതിരെ നീതിക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പ്രതികരിക്കും എന്നല്ലാതെ അനീതിക്ക് വേണ്ടി ഒരിക്കലും പ്രതികരിക്കില്ല. എൻ്റെ മാതാപിതാക്കളൊന്നും അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ പഠിച്ച മതപഠനത്തിലും അതുപോലെ തന്നെ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിലൊന്നും എൻ്റെ അധ്യാപകരൊന്നും അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. എല്ലാം നന്മയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ, ചില യുവതികൾ, ചില യുവാക്കൾ, പിന്നെ രാഷ്ട്രീയക്കാർക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. അവർക്ക് ഈ ഭിന്നിപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അവർക്കൊന്നും ഒരിക്കലും അണികളെ കിട്ടില്ല. അവർക്ക് അണികളെ പിടിച്ചു നിർത്തണമെങ്കിൽ മതം പറയണം, വർഗീയത പറയണം, ഓരോ ജില്ലയെക്കുറിച്ച് എടുത്തെടുത്ത് പറയണം, ഒരു സമുദായത്തെ അടിച്ചാക്ഷേപിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സമൂഹത്തിന്റെ മുന്നിൽ, അവർക്ക് അവരുടെ രാഷ്ട്രീയത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും കഴിയില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഷാഫി അൽഹംദുലില്ലാഹ് സുഖം തന്നെയാണ്, പുച്ഛിച്ചു തള്ളും. അതിന് സംശയമൊന്നും വേണ്ട. നമ്മളൊക്കെ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. പക്ഷെ ചില ആളുകൾ വളരെ മോശമായിക്കൊണ്ട് ജാതിയും കേരളക്കാക്ക രാഷ്ട്രമായാൽ ഹിന്ദുക്കൾ ടാക്സ് തരണ്ട, ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ നോക്കി ഇവിടെ സമൂഹത്തിൽ ഭിന്നിപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കുറെ യൂട്യൂബർമാരുണ്ട്. ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ലൈവിൽ വന്ന് പ്രതികരിച്ചുകൊണ്ട് വളരെ സമൂഹത്തിൽ ഭിന്നിപ്പുകൾ വെറുപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇല്ലാതാവണം, അതൊക്കെ ഇല്ലാതാക്കണം. അതിനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെയൊക്കെയാണ് ശക്തമായ നിയമനിർമ്മാണം രാജ്യത്തിനകത്ത് നടപ്പിലാക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും ഒരുപോലെയല്ലേ? എല്ലാ മതത്തിൽപ്പെട്ടവർക്കും അവരുടെയൊക്കെ ചോര ഒന്നാണ്. അതല്ലാതെ ഒരു മുസ്ലിമിന് പച്ചയും ഹിന്ദുവിന് ചുവപ്പും
അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് വേറെ വല്ല കളറും, അങ്ങനെയൊന്നും ഇല്ലല്ലോ. എല്ലാവരും മനുഷ്യരാണ്. എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ളത് ഒരേ അവയവം തന്നെയാണ്. മാറ്റങ്ങളൊന്നുമില്ല. ഇന്ന മതക്കാർക്ക് ഇങ്ങനെ എന്നൊന്നുമില്ല. അപ്പോ ജീവിതം കുറച്ച് മാത്രം, വളരെ തുച്ഛമായ കാലമാണ് നമ്മളൊക്കെ ഒരു യാത്രയാണ്. ആ യാത്രയിലൂടെയൊക്കെ നല്ലപോലെ മുന്നോട്ട് പോകണമെന്നുള്ള ചിന്തയൊന്നും ചില ആളുകൾക്കില്ല എന്നുള്ളതാണ്. ചില രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വളരെ മോശമായിക്കൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വർഗീയതയും ജാതിയും മതവും ഭിന്നിപ്പുകളും സൃഷ്ടിച്ചുകൊണ്ട് ഐക്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിലൊന്നും ഒരിക്കലും ഈ രാജ്യത്തിന്റെ പ്രത്യേകിച്ച് മലയാളം അറിയുന്ന നമ്മുടെ കേരളത്തിലെ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും വിശ്വസിക്കുന്ന ആളുകളൊക്കെ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും ഒരു അമ്മ പെറ്റ മക്കളെ പോലെ മുന്നോട്ട് പോകണം എന്നുള്ള ചിന്ത നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം എന്ന് വളരെ താഴ്മയോട് അഭ്യർത്ഥിക്കണം. ഹിന്ദു കാഫിർ അല്ലേ എന്ന് ചോദിക്കുന്നു. റാം ഹിന്ദു കാഫിറാണെന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? റാമേ, നീ തെളിവ് കൊണ്ടുപോവാ, വെറുതെ എന്തെങ്കിലും. ഇതൊക്കെയാണ് വിഷയം. റാം നിങ്ങളൊരു മനുഷ്യരല്ലേ? ഫേക്ക് ഐഡിയിലാണ്, മുഖമൊന്നും കാണിക്കുന്നില്ല. നിങ്ങളൊരു മനുഷ്യരല്ലേ? ചിന്തിച്ചൂടെ? നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എത്ര സന്തോഷത്തോടെ സമാധാനത്തോടെ ഐക്യത്തോടെ മുന്നോട്ട് പോയതാണ് അല്ലേ? പക്ഷെ അതൊക്കെ ഇപ്പൊ തകർത്തുകൊണ്ടിരിക്കുന്നവർ ആരാണ്? അവരെയൊക്കെ ഒറ്റപ്പെടുത്തണം. അല്ലെങ്കിൽ അവരെയൊക്കെ അതിൽ നിന്നും നമ്മൾ നല്ല പോലെയുള്ള അഡ്വൈസ് കൊടുത്തിട്ട് അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കണം. നല്ല പാതയിലേക്ക്, സമാധാനത്തിന്റെ, സത്യത്തിന്റെ, സന്തോഷത്തിന്റെ, സാഹോദര്യത്തിന്റെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനുള്ള അഡ്വൈസ് നമ്മളൊക്കെ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോ ഒരുപാട് ആളുകൾ വിവാദമുണ്ടാക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം, മുഖം കാണിക്കണം. അത് യൂട്യൂബിലാണെങ്കിലും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ അതുപോലെ തന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക്, അതുപോലുള്ള ഈ മീഡിയകളിലൂടെ നിറഞ്ഞു നിന്നുകൊണ്ട് അത് നിറഞ്ഞു നിൽക്കണമെങ്കിൽ അനീതിക്കെതിരെ പ്രതികരിച്ചാൽ മതി. പക്ഷെ നീതിക്കെതിരെ അനാവശ്യമായി ഭിന്നിപ്പുകൾ സൃഷ്ടിക്കുകയാണ്. അസീസ് ഭായ് വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി, ഒരുപാട് പേര് സലാം പറയുന്നുണ്ട്, സലാം മടക്കുന്നുണ്ട്. അപ്പോ ഈ ഭിന്നിപ്പുകൾ സൃഷ്ടിക്കാതെ മുന്നോട്ട് പോയിക്കൂടെ? ഒരുപാട് പേര്. ഇപ്പൊ സന്ദീപ് വാര്യര്, നമ്മുടെ BJPയുടെ മുൻ നേതാവ്, സംസ്ഥാന നേതാവ്, കേരളത്തിലെ ചാനൽ ചർച്ചയിലൂടെ അറിയപ്പെടുന്ന ഒരു നേതാവ്, ഫാഷിസ്റ്റുകൾക്ക് വേണ്ടി വർഷങ്ങളോളം ശബ്ദമുയർത്തിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അല്ലെങ്കിൽ TV ചാനലുകളിലൂടെ പൊതുസമൂഹത്തിന് മുന്നിൽ ശബ്ദമുയർത്തിയ ഒരു നേതാവ് പാലക്കാട് എന്ന് പറയുന്ന ജില്ലക്കകത്ത് ഒരു ആന പടക്കം പൊട്ടി ചത്തതിന്റെ പേരിൽ അതല്ല, അത് മലപ്പുറമാണ് എന്ന് ശക്തമായി വാദിച്ച് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും നല്ലപോലെ അറിയാം അത് പാലക്കാടാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അത് മലപ്പുറത്താണ് എന്ന് പോലും സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ഇട്ട ഒരു നേതാവ്, ചാനലുകാരുടെ മുന്നിൽ പോലും അവരുടെ ചോദ്യത്തിൽ പോലും കള്ള ഉത്തരം പറഞ്ഞൊരു നേതാവ്, അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അത്രത്തോളം ശക്തമായി ശബ്ദിച്ചൊരു നേതാവ് ഒരു സുപ്രഭാതത്തിൽ UDFിലേക്ക് വന്നു. അല്ലെങ്കിൽ അദ്ദേഹം പോകേണ്ടത് ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടിക്കാണ് പോകേണ്ടത്. ഈ 2 രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. പക്ഷെ അദ്ദേഹം തിരഞ്ഞെടുത്ത രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം സ്വീകരിച്ചതും. ആ പാർട്ടിയോട് സ്നേഹം പുലർത്തിക്കൊണ്ട് എല്ലാം പഴയ പോലെയുള്ള വർഗീയ ഫാഷിസ്റ്റ് ശക്തികളുടെ ആ നയത്തെ തിരുത്തിക്കൊണ്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നു. അത് രാഷ്ട്രീയമാണ്, അത് പോട്ടെ, കാര്യമില്ല. കാരണം ഒന്നില്ലെങ്കിൽ കോൺഗ്രസിലേക്ക് വരും, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലേക്ക് പോകും. 2 രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളായതുകൊണ്ട് അവര് 100% സ്വീകരിച്ചു. പക്ഷേ പോയത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കാണ്. പക്ഷേ അതിനിപ്പോ പാണക്കാട്ട് കുടുംബമൊക്കെ എന്താ പഠിച്ചത്? ഒരു വളരെ മോശമായി. അതായത് ഒരിക്കലും നമുക്ക് പറയുന്നതിന് പോലും ഒരു പരിമിതികളുണ്ട്. അതായത് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം UDFന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയാണ്. അത് പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു സംഭവമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ ഈ പറയുന്ന നമ്മുടെ വാര്യര് കോൺഗ്രസിലേക്ക് പോയി പാണക്കാട്ട് വീട് സന്ദർശനം നടത്തി, മതനേതാക്കന്മാരോട് സന്ദർശനം നടത്തി, നല്ല സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഓരോ സ്ത്രീകള് വിദേശത്തിരുന്നു കൊണ്ട്
പാണക്കാട് കുടുംബത്തിന്റെ കുടപ്പനയ്ക്കൽ തറവാടിന്റെ കാലിന്റെ അടിയിൽ പോയിരുന്നു. അവരുടെ കാലിന്റെ അടിയിൽ പോയി അലിയാർ ഖാസിമിയെയും അതുപോലെ തന്നെ കുറെ മറ്റെന്താ പറയാ മതപണ്ഡിതന്മാർക്കെതിരെ പ്രതികരിക്കുക, പാണക്കാട്ട് കുടുംബത്ത് പോയതിനെതിരെ പ്രതികരിക്കുക, ആ പാണക്കാട്ട് കുടുംബത്തെ വളരെ മോശമാക്കുക, സമൂഹത്തിൽ ഭിന്നിപ്പുകൾ സൃഷ്ടിക്കുക. അത് സ്വാഭാവികമാണ്. കാരണം ഒരു സുപ്രഭാതത്തില് ഇടതുപക്ഷത്തോട് പോയിട്ടുണ്ടെങ്കിൽ ആ ഇടതുപക്ഷത്തിന്റെ ഘടകകക്ഷികളായ ആളുകളോട് ആ വ്യക്തി പോയിരിക്കും. അത് പോണം, അതങ്ങനെയാണല്ലോ. ആ ഇടതുപക്ഷത്തോട് ചായവുള്ള മറ്റുള്ള ഘടകകക്ഷി രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ചായവുള്ള മറ്റുള്ള AP അബൂബക്കർ മുസ്ലിയാർ ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനാണ് പിന്തുണ കൊടുക്കുക, ഇടതുപക്ഷത്തിനാണ് സപ്പോർട്ട്. അങ്ങനെയാണ്. ഇപ്പൊ ഈ വാരിയർ എന്ന് പറയുന്ന ആള് ഇടതുപക്ഷത്തിലേക്ക് പോയാൽ അത് ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ അടുത്ത് പോയി സംസാരിക്കും. AKG സെന്ററിലും പോകും. നാളെ AP ഉസ്താദിന്റെ വീട്ടിലും പോകും. AP ഉസ്താദിന്റെ എന്താ പറയാ അവരുടെ ഓഫീസിലും പോകും. അതങ്ങനെയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനെ വളരെ മോശമായിട്ട് പാണക്കാട്ട് കുടുംബത്തെ പോലും വളരെ മോശമായിട്ട് അതിനെതിരെ സംസാരിക്കുക ഓരോ സ്ത്രീകള്. പാണക്കാട്ട് കുടുംബം, ഞാനിപ്പോ ഒരു മുസ്ലിം ലീഗുകാരനൊന്നുമല്ല, അത് ഇപ്പൊ തന്നെ ഓപ്പണായിട്ട് പറയാലോ. ഒരിക്കലും ഒരു മുസ്ലിം ലീഗുകാരനല്ല. മുസ്ലിം ലീഗ് ഇല്ല, നമ്മളതിലില്ല. നമ്മൾ ആ പാർട്ടിയിലേക്ക് വോട്ടും ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ആ പാർട്ടിയല്ല, ആ പാർട്ടിയെ നയിക്കുന്ന ആ ഒരു കുടുംബം ഉണ്ടല്ലോ, ആ കുടുംബമായിട്ട് നല്ലൊരു സ്നേഹമുണ്ട്. അത് തീർച്ചയായിട്ടും മരണം വരയ്ക്കുണ്ടാവും. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഇപ്പോ ഒരിക്കലും ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ പറയാൻ പറ്റില്ല. എല്ലാ രാഷ്ട്രീയക്കാരും പോകും ആ കുടുംബത്തില്. ആരാ പോവാത്തത്? UDF പോകുന്നില്ലേ? ഇടതുപക്ഷത്തിന്റെ ആളുകൾ നേതാക്കന്മാര് പോകും. ഇതുപോലെ തന്നെ BJPന്റെ ആളുകൾ പോകും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളും പോകും. എല്ലാ മത നേതാക്കളും പോകും. എല്ലാ സാംസ്കാരിക നായകന്മാരും എല്ലാവരും പോകും. മനുഷ്യത്തുള്ള എല്ലാവരും പോകും. ആ കുടുംബത്തിലേക്ക് പോകും. എപ്പോ വേണമെങ്കിലും ഏത് സമയത്തിലും ആ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലാമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കൊടപ്പനയ്ക്കൽ തറവാടിലെ വാതിലുകൾ അതായത് തുറന്നിട്ടിരിക്കും, ഗേറ്റുകൾ പോലും തുറന്നിട്ടിരിക്കും. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പോവാം. അത്രത്തോളം പവിത്രതയുള്ള ഒരു കുടുംബത്തെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കുറെ സ്ത്രീകൾ അതിനെതിരെയൊക്കെ പ്രതികരിച്ചിട്ട് വൈറലാക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ്. കാരണം അതിനൊക്കെ ഞാൻ എന്റെ സ്വഭാവം എന്ന് വെച്ചാല് നമ്മളൊക്കെ പ്രതികരിച്ചാൽ പച്ചയ്ക്ക് പ്രതികരിക്കും. അതിപ്പോ യവനാണെങ്കിലും ഇവളാണെങ്കിലും അത് നമ്മൾ നോക്കാറില്ല. പക്ഷേ വേണ്ട, എന്തിനാണ് ഇവർക്കെതിരെയൊക്കെ പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല. നാടിന് ഇപ്പോ രാഷ്ട്രീയ നേതാക്കൾ പറയും കുടപ്പനയ്ക്കൽ തറവാട്ടിന് പോയി, അല്ലെങ്കിൽ ലീഗിന്റെ പാണക്കാട്ട് കുടുംബത്തിലേക്ക് പോയി, അവരെ കണ്ടു ഇവരെ കണ്ടു. അത് രാഷ്ട്രീയമാണ്. ഈ പറയുന്ന രാഷ്ട്രീയക്കാരും അങ്ങോട്ട് പോകുന്നുണ്ട്. അതാണ് രസം. അത് നമുക്കറിയും, നല്ല പോലെ അറിയും. ഈ പറയുന്ന രാഷ്ട്രീയക്കാരൊക്കെ അങ്ങോട്ടും പോകും, ആ തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ടും വരും. ബന്ധങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് ഈ പറയുന്ന ഈ ലൈവിൽ സംസാരിച്ച ഒരുപാട് ഏതാണ് നമ്മളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, വിദേശത്താണ്, ഇന്ത്യയിൽ നിന്നല്ല, UK നിന്ന് എവിടെ നിന്ന് ഒരു സ്ത്രീയുടെ ഒരു വീഡിയോ കണ്ടു. പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ടിട്ട് യൂട്യൂബിലാണ് കണ്ടത്. വളരെ മോശമായ അഭിസംബോധന ചെയ്യുക ആ കുടുംബത്തെ കുറിച്ച്. ആ കുടുംബം നാടിന്റെ നന്മ ആഗ്രഹിച്ചതല്ലാതെ ഒരിക്കലും നാടിന്റെ തിന്മ ആഗ്രഹിച്ചിട്ടില്ല. മതേതരത്വത്തെ ശരിക്കും കാത്തു സൂക്ഷിച്ച ഒരു കുടുംബമല്ലേ ആ കുടുംബം. അതിൽ സംശയം എല്ലാവർക്കും അറിയാലോ. രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, രാഷ്ട്രീയം വേറെ. ഇപ്പൊ രാഷ്ട്രീയം വെച്ച് നോക്കുകയാണെങ്കിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരണപ്പെട്ടു പോയി. വർഷങ്ങളായി, ഒരു 10 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. മരണപ്പെട്ടപ്പോ ആ മരിപ്പ് അറിഞ്ഞപ്പോ രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാലത്ത് 5 മണിക്ക് ബൈക്ക് എടുത്തിട്ട് ഞാൻ പോയവനാണ് മലപ്പുറം ടൗൺ ഹാളിലേക്ക്. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് സെയ്ദ് അബൂ താഹിർ എന്ന് പറയുന്ന ഒരാളും കൂടെ അവിടെ പോയി. അവിടെ അന്നത്തെ പ്രതിപക്ഷ നേതാവായ ആദരണീയനായ ബഹുമാനപ്പെട്ട സഖാവ് മുൻ മുഖ്യമന്ത്രി കൂടിയായ VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. അവിടുത്തെ BJPയുടെ നേതാക്കന്മാര് ആ ഭാഗത്ത് വന്നിട്ടുണ്ടായി. ഒരുപാട് സ്വാമിമാര് വന്നിട്ടുണ്ടായിരുന്നു. CPMന്റെയും കോൺഗ്രസിന്റെയും എല്ലാ രാഷ്ട്രീയത്തിലെയും എല്ലാ മതത്തിൽപ്പെട്ട ഒരുപാട് പള്ളിയിലച്ചന്മാര് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഹൈന്ദവ നേതാക്കന്മാര് വന്നിട്ടുണ്ടായിരുന്നു. സ്വാമിമാർ, അതേപോലെ തന്നെ ഒരുപാട് മതപണ്ഡിതന്മാർ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഓർമ്മയുണ്ട്. ഒരുപാട് കാലം, ഒരുപാട് മുന്നേ നമ്മളത് ആ സീന് കണ്ടപ്പോഴും കാണിച്ച ആ വ്യക്തി, ആ മരണപ്പെട്ടു പോയ ആ ഒരു ബഹുമാനപ്പെട്ട ഒരു നേതാവ് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ നല്ല രീതിയിൽ സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ്.
നാടിന്റെ വഴികാട്ടി എന്നൊക്കെ വേണം പറയാൻ. ആ നേതാവിന്റെ വഫാത്തിന് എല്ലാ ആളുകളും വന്നില്ലേ, എല്ലാ രാഷ്ട്രീയക്കാരും വന്നില്ലേ? ആ കുടുംബത്തെ മോശമാക്കി അങ്ങനെ കാണുന്നവരാണെങ്കിൽ അങ്ങോട്ട് പോകുമോ? ഒരിക്കലും പോകില്ല. ആ കുടുംബത്തിന് പോലും പവിത്രതയുണ്ട്. അതിനെപ്പോലും വളരെ മോശമാക്കി ചില രാഷ്ട്രീയത്തിൽപ്പെട്ട ചില വർഗീയവാദിച്ചുകൾ പ്രതികരിക്കുക, അത് അവരെ മൊത്തം എല്ലാ മീഡിയകളിലും നിറഞ്ഞു നിൽക്കാൻ വേണ്ടി പ്രതികരിക്കുക. നാട്ടിൽ ഒരുപാട് അനീതികൾ നടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ രാജ്യത്തിനകത്ത്, അല്ലെ, പല സംസ്ഥാനങ്ങളിൽ, ലോകത്ത് ഒരുപാട് അനീതികൾ നടക്കുന്നുണ്ട്. മനുഷ്യർക്ക് വേണ്ടി, നാടിന്റെ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി, പാവങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രതികരിച്ചൂടെ? എന്തിനാണ് ഇങ്ങനെ വർഗീയത പറയുന്നത്? എന്താ അതിന്റെ ആവശ്യം? മരിച്ചു പോകുമ്പോൾ ആരെങ്കിലും വല്ലതും കൊണ്ടുപോകും? ഒരിക്കലും കൊണ്ടുപോകില്ല. ഇങ്ങനെയുള്ളവർ മരിച്ചാൽ പോലും ലോകം അറിയില്ല. വെറും വർഗീയപരമായിട്ട് പ്രതികരിക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉണ്ട്, അത് വേറെ വിഷയം. അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിന് വേണ്ടി പ്രതികരിച്ചാലും രാഷ്ട്രീയത്തിന് വേണ്ടി പ്രതികരിച്ചോളൂ, രാഷ്ട്രീയത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. ആ ആശയങ്ങളോട് സ്നേഹമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ഓരോ ആളുകൾക്കും ഓരോ ആശയങ്ങളാണ്. ആശയങ്ങളോടുള്ള സ്നേഹവും കൂറും തീർച്ചയായിട്ടും വേണം. നിങ്ങൾ ഇന്ന രാഷ്ട്രീയത്തിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയത്തിൽ നിൽക്കരുത്, ആ രാഷ്ട്രീയത്തിൽ പോകരുത്, ആ ആശയം അങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നില്ല. കാരണം ഇതൊരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കാണ്. ആർക്കും ഇവിടെ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക് ആയതുകൊണ്ട് ഈ രാജ്യത്ത് ആർക്കും ഏത് രാഷ്ട്രീയത്തിലേക്കും പോവാം, നല്ല രീതിയിൽ മുന്നോട്ട് പോവാം. പക്ഷേ ഈ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് എന്തിനാണ് ഈ ഐക്യത്തെ തകർക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. ഈ പ്ലാറ്റ്ഫോമൊക്കെ പൊതുസമൂഹം കാണുന്നതല്ലേ? ഐക്യത്തെ തകർക്കാതെ രാഷ്ട്രീയമായി നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ. ദയവ് ചെയ്ത് ഐക്യത്തെ തകർക്കരുത്. സത്യസന്ധമായ രീതിയിൽ നിങ്ങൾ പ്രതികരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവിധ ആളുകളുടെ സപ്പോർട്ടും ഉണ്ടാകും. അല്ലാതെ ഈ അസത്യത്തിന് വേണ്ടി സത്യത്തിനെതിരെ പ്രതികരിക്കുക, വർഗീയത ഉണ്ടാക്കുക, മതപണ്ഡിതന്മാർക്കെതിരെ വളരെ മോശമായിട്ടുള്ള സമീപനം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഉപയോഗിക്കുക, കാഴ്ചവെക്കുക, ഇതൊക്കെ എത്ര മോശമാണ്. പക്ഷെ ഇങ്ങനെയുള്ളവർക്കെതിരെയൊക്കെ പറയാൻ നമുക്ക് നാവില്ലാതെയൊന്നുമല്ല, ചിന്തിക്കാനുണ്ട്. അതായത് പറയാൻ ഭയവുമില്ല. എല്ലാവരും ഈ വർഗീയവാദികളുണ്ടല്ലോ, ഈ വർഗീയവാദികളോട്, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ സമൂഹത്തിൽ ഭിന്നിപ്പുകൾ സൃഷ്ടിക്കുന്ന വർഗീയവാദികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ നല്ല തന്തയ്ക്ക് പിറന്ന, നല്ല തള്ളയ്ക്ക് പിറന്ന നല്ല ആൺകുട്ടികളുണ്ട്, നല്ല പെൺകുട്ടികളുമുണ്ട്, നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ മൗനം പാലിക്കുന്നത് നിങ്ങളെ ഭയന്നിട്ടോ, നിങ്ങൾ വിശ്വസിക്കുന്ന ആശയത്തെ ഭയന്നിട്ടോ ഒന്നുമല്ല. പോട്ടെ, തൊലഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. എപ്പോഴും തൊലഞ്ഞു പോട്ടെ എന്നൊന്നും പറയില്ല. പ്രതികരിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, ഇരുന്നവിടുന്ന് നിങ്ങൾ പറക്കും, സംശയമൊന്നും വേണ്ട. നിങ്ങൾ ഒന്നുമല്ലാതാവും പ്രതികരിക്കാൻ തുടങ്ങിയാൽ. ഈ മനുഷ്യർക്കെതിരെ ഭിന്നിപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് മതപണ്ഡിതന്മാർക്കെതിരെയും മത നേതാക്കന്മാർക്കെതിരെയും വളരെ മോശമായ രീതിയിൽ താറടിച്ച് കാണിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവരോടൊക്കെ പറയാനുള്ളത്, ഈ വർഗീയത സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ ശബ്ദമുയർത്തും. ഇന്നില്ലെങ്കിൽ നാളെ അതുണ്ടാവും. റാം വെളിച്ചെണ്ണ എന്ന് പറയുന്നുണ്ട്. റാം ഞാൻ മാന്യമായിട്ടാണ് പ്രതികരിച്ചത്. നിനക്ക് ഇതിൽ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത്. ദയവ് ചെയ്ത് അനാവശ്യമായിട്ടുള്ള വാക്കുകളൊന്നും പറയരുത്. ഈ പ്ലാറ്റ്ഫോം കൊണ്ട് ജീവിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. എപ്പോഴും ലൈവിലും വരില്ല, അനാവശ്യമായി പ്രതികരിക്കാറില്ല. ഒരു വിഷയം പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ 1000 തവണ ആലോചിച്ച് ചിന്തിച്ച് അതിന്റെ വരും വരായകൾ എല്ലാം മനസ്സിലാക്കിയതിനു ശേഷമേ പ്രതികരിക്കാറുള്ളൂ. പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഏത് അപ്പനയ്ക്കെതിരെയും പ്രതികരിക്കും. അതൊന്നും വിഷയമൊന്നുമല്ല. ഞാൻ എൻ്റെ നാടും എൻ്റെ പേരും എൻ്റെ വാർഡും ഞാൻ ജനിച്ച നാടും ഞാൻ വളർന്ന രീതിയും ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലവും എല്ലാം ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചതിന് ശേഷമാണ് പ്രതികരിക്കുക. ഈ പ്രതികരിക്കുന്നതിനിടയിൽ അവതരിപ്പിക്കും. വെറുതെ വെളിച്ചെണ്ണയാണ്, മറ്റതാണ്, മറിച്ചതാണ്, കുണ്ടനാണെന്നും പറഞ്ഞ് വരല്ലേ. നീ ആൾ മാറിപ്പോയി, ആളൊക്കെ മാറി. വെറുതെ എന്തെങ്കിലും പറയാൻ നിൽക്കല്ലേ, വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? നീയൊക്കെ മനുഷ്യനല്ലേ, നല്ല പോലെ മുന്നോട്ട് പോയിക്കൂടെ? എന്തിനാണ് വർഗീയത ഉണ്ടാക്കുന്നത്? അതുപോട്ടെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ നാട്ടില് വളരെ മോശമായിട്ടാണ് ഓരോ ആളുകള് ഈ മറ്റെന്താ പറയുക, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. ആ ഉപയോഗമൊന്നും ഒരിക്കലും ശരിയല്ല.
നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മളൊക്കെ നല്ലപോലെ മുന്നോട്ട് പോകണം. അപ്പോൾ ഐക്യത്തോടെ മുന്നോട്ട് പോകണം. നമ്മൾ വീണ് കിടന്നാൽ നമ്മളെ എണീപ്പിക്കുന്നത് ആരാണെന്ന് പോലും നമുക്കറിയില്ല, പടച്ചവന് മാത്രമേ അറിയൂ. അപ്പോൾ എല്ലാവരും വേണം. ഉസ്താദാണ് ഗുരു എന്ന് പറയും. തീർച്ചയായിട്ടും എന്റെ ഗുരു എന്റെ മാതാവാണ്. എന്റെ മാതാവാണ്. നീ പറയുന്നുണ്ട് ഉസ്താദാണ് ഗുരു എന്ന്. എന്റെ ഗുരു, ആദ്യ ഗുരു, എനിക്കൊരു അക്ഷരം പഠിപ്പിച്ചെന്ന് എന്റെ മാതാവാണ്. അത് കഴിഞ്ഞാൽ എന്റെ അധ്യാപകരാണ്. എന്റെ അധ്യാപകൻ എന്ന് പറയുമ്പോൾ എന്റെ ആദ്യത്തെ അധ്യാപിക എന്റെ ഉമ്മയാണ്, എന്റെ മാതാവ്. എനിക്ക് മുല തന്ന, ഞാൻ മുല കുടിച്ച, ഒരു നേരം ആഹാരം എനിക്ക് ഊട്ടിത്തന്ന, അമ്മിഞ്ഞ പാല് തന്ന എന്റെ മാതാവാണ് എന്റെ ഗുരു, എന്റെ അധ്യാപിക. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവരെന്ന് പറയുമ്പോൾ അത് വിദ്യാഭ്യാസം, മതപഠനമായി ബന്ധപ്പെട്ട് മദ്രസയിൽ പോകുമ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസം എനിക്ക് പറഞ്ഞു തരുന്നത് എന്റെ അധ്യാപകനാണ്, അതെന്റെ ഉസ്താദാണ്. തീർച്ചയായിട്ടും, എന്താ സംശയം? അതുപോലെ തന്നെയാണ് സ്കൂൾ പരമായിട്ട് വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ അവിടെ എനിക്ക് പറഞ്ഞു തരുന്ന എന്റെ ടീച്ചേഴ്സും എന്റെ മാഷന്മാരുമാണ്. തീർച്ചയായിട്ടും, അതിലെന്താ സംശയം? ഉസ്താദ് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് വരരുത്. ഉസ്താദ് ഗുരു തന്നെയാണ്. ആ ഉസ്താദിന്റെ ആ ഗുരുവായ ആ ഉസ്താദ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇതുപോലെ സംസാരിക്കുന്നത്. എന്റെ മാതാപിതാക്കളും എന്റെ ഉസ്താദുമാരും എന്റെ ഗുരുക്കളാണ്, സംശയമൊന്നും വേണ്ട. ആദ്യ ഗുരു എന്റെ അധ്യാപികയായ എന്റെ മാതാവാണ്. അതിനുശേഷം എന്റെ ഗുരുക്കൾ ഈ പറയുന്ന ഉസ്താദുമാരാണ്, ഈ സ്കൂളിലെ അധ്യാപകന്മാരാണ്. അവർ പറഞ്ഞത് അവരുടെ പഠനമാണ്, അവരുടെ ക്ലാസ്സാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ സംസാരിക്കുന്നത്. തീവ്രവാദികളെ പോലെയൊന്നും നമ്മളോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. തീവ്രവാദിയാവണമെന്ന് ഒരിക്കലും പറഞ്ഞു തന്നിട്ടില്ല. നാടിന്റെ നന്മ ആഗ്രഹിക്കാൻ വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും നാടിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയും ഉപദേശം കിട്ടിയിട്ടുണ്ട്. അത് എന്റെ ഉസ്താദ്മാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്താ സംശയം? ശാഖയിൽ നിന്ന് കിട്ടിയിട്ടില്ല. നീ ഇപ്പൊ ശാഖന്റെ ആളായിരിക്കും, അല്ലെങ്കിൽ നീ പറയില്ലല്ലോ. ശാഖയിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല എന്റെ സുഹൃത്തുക്കൾ ശാഖയിലുണ്ട്. അവരിപ്പോ എന്ത് വിചാരിച്ചാലും വിഷയമൊന്നുമല്ല. കാരണം ചില ആളുകൾ അങ്ങനെയാണല്ലോ പറയുന്നത്, അതുകൊണ്ട് പറയുകയാണ്. ഇത് വേറെ വഴിയില്ല, നിവൃത്തിയൊന്നുമില്ല. അപ്പോ ഉസ്താദ് എന്ന് പറഞ്ഞ് പറയല്ലേ. ഉസ്താദ് മേഖലയിൽ ഒരുപാട് പേര് തെറ്റ് ചെയ്യുന്നുണ്ട്, അതിനെതിരെയും ശബ്ദിക്കുന്ന ആളാണ് ഞാൻ. അതല്ലാതെ ഉസ്താദുമാർക്ക് മാത്രം അവരുടെ ആസ്ഥാനം താങ്ങി ജീവിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. തെറ്റ് ചെയ്താൽ ഉസ്താദാണെങ്കിലും സ്വന്തം തന്തയാണെങ്കിലും സ്വന്തം മാതാവാണെങ്കിലും അത് തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയും. പടച്ചവനെ മാത്രമേ ഭയക്കുള്ളൂ, പടപ്പുകളെ ഭയക്കില്ല. ആരാണെങ്കിലും, സ്വന്തം സമുദായത്തിലാണെങ്കിലും സ്വന്തം കുടുംബത്തിലാണെങ്കിലും ഉസ്താദുമാരാണെങ്കിലും അധ്യാപകന്മാരാണെങ്കിലും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും. പിന്നെ അവര് നമ്മുടെ ആളുകളല്ലേ. നമ്മളാവാൻ കാരണം നമ്മുടെ മാതാവല്ലേ, ആദ്യത്തെ അധ്യാപികയല്ലേ. നമ്മൾക്ക് മുല തന്ന ആരാണ്? നമ്മുടെ മാതാവല്ലേ. നമ്മൾക്ക് ഉമ്മ എന്ന് പഠിപ്പിച്ചെന്ന ആരാണ്? നമ്മുടെ മാതാവല്ലേ. ഉപ്പ എന്ന് പഠിപ്പിച്ചത് നമ്മുടെ മാതാവല്ലേ. അച്ഛൻ, അമ്മ അല്ലേ. നമ്മൾക്ക് മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം നമ്മൾക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ഉസ്താദ്മാരല്ലേ. അവര് വലുതന്നെയാണ്. എന്താ സംശയം? എന്താണ്? പിന്നെ അതിൽ ചില കുറ്റങ്ങൾ ചെയ്യുന്നവരുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും അടിച്ചാക്ഷേപിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. സ്കൂൾ അധ്യാപകർ നമ്മുടെ മെയിൻ ആളുകളല്ലേ. അവരൊക്കെ നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടല്ലേ നമ്മൾ ഈ നിലയിലെത്തിയത്. ഈ ലെവലിൽ, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് കഴിവ് കിട്ടിയത് എവിടെ നിന്നാണ്? എന്റെ റബ്ബിൽ നിന്നാണ്. ആരിലൂടെ? എന്റെ മാതാവിലൂടെ, എന്റെ പിതാവിലൂടെ, എന്റെ മദ്രസ ഉസ്താദുമാരിലൂടെ, എന്റെ സ്കൂൾ അധ്യാപകന്മാരിലൂടെ. എന്താ സംശയം? അപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞ് കളിയാക്കരുത് കേട്ടോ, അത് ശരിയല്ല. റാം ഞാൻ ഉള്ളതാ പറഞ്ഞത്, ഇല്ലാത്തതല്ല. ഷാജി ശിരുവാണി, എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല ഭായി. നമ്മളിപ്പോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇപ്പോ ലൈവിൽ വന്നൊരു കുറച്ച് ദിവസമായി. അപ്പൊ പൊതുവെ ഒരു ലൈവിൽ വരണമെന്നൊരു ആഗ്രഹം, എല്ലാവരോടും മാന്യമായിട്ട് നല്ല രീതിയിൽ കുറച്ചു നേരം സംസാരിക്കണമെന്ന ആഗ്രഹം, അതുകൊണ്ട് പറഞ്ഞതാണ്, അതുകൊണ്ട് ജസ്റ്റ് വന്നതാണ്. ഉസ്താദ് തെറ്റ് ചെയ്തത് തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ലിങ്ക്, റാമേ, ഞാൻ ലൈവിൽ പ്രതികരിച്ച എന്റെ വീഡിയോസ് ഇതിലുണ്ട്. എന്റെ ഒരുപാട് യൂട്യൂബിൽ കമറുദ്ദീൻ നെന്മാറാന്ന് യൂട്യൂബിൽ അടിക്കുകയാണെങ്കിൽ എന്റെ വീഡിയോസുകൾ കാണാൻ പറ്റും. ഇപ്പോ ഇതിന്റെ മുന്നൊരു ലൈവ് ഒരു ടീഷർട്ട്, ഒരു ബനിയൻ ഇട്ടിട്ട് ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ട്. 35 മിനിറ്റും 9-10 സെക്കൻഡുമാണ്. അത് പൂർണ്ണമായിട്ടും നീ കേൾക്കുക. റാം ഓക്കെ, എന്റെ ലൈവിലുണ്ട്, പേജിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. അത് പൂർണ്ണമായിട്ടും കേട്ടതിന് ശേഷം നീ എനിക്ക് പേഴ്സണൽ ഒരു മെസ്സേജ് അയക്കുക. അതാണ് ശരി. പൂർണ്ണമായിട്ടും കേട്ടതിന് ശേഷം വിലയിരുത്തുക. വെറുതെ ഒന്നും പറയല്ലേ. ജ്യോതി സോമൻ, എന്താ പ്രശ്നം? ജ്യോതി എന്ന് പറയുമ്പോ സ്ത്രീ ആയിരിക്കും. അപ്പോ പെങ്ങളെ ഒരു പ്രശ്നവുമില്ല,
സന്തോഷം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരു ലൈവിൽ വന്ന് നമ്മളെ ഫോളോ ചെയ്യുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ എതിർക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരോട് നല്ല രീതിയിൽ കുറച്ച് നേരം സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ലൈവിൽ വന്നതാണ്. നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ അജ്മൽ ഭായ് സൗദിയിൽ എവിടെയാണെന്ന്, ഞാൻ സൗദി അറേബ്യയിലെ റിയാദിൽ എയർപോർട്ട് പോകുന്ന വഴിക്ക് എക്സിറ്റ് 9 കുർണാത്ത എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഭാഗത്താണ് ഞാനുള്ളത്. ഇപ്പൊ കുവൈത്തിലായിരുന്നു. ഇപ്പൊ പ്രവാസം താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ പ്രവാസത്തിലേക്ക് കിടക്കുന്നതാണ്. അസ്സലാം വലൈക്കും എന്ന് പറയുന്നുണ്ട് കൂമഞ്ചേരി അബ്ദുക്ക. വാലൈക്കും സലാം വറഹമത്തുള്ള. എന്താ വിശേഷങ്ങൾ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളൊക്കെ നാടിന്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, തിന്മ ഒരിക്കലും ആഗ്രഹിക്കരുത്. ചില ആളുകൾ വളരെ മോശമായിട്ട് കണ്ടില്ലേ, ഓരോ ആളുകൾ കമന്റ് എഴുതുകയാണ്, ഉസ്താദുമാര്, അതുപോലെ അങ്ങനെ കുറെ ആളുകളുണ്ട്. എന്താ ചെയ്യലേ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഷാജിബായ് റാം വക്കഫ് വെരി ഗുഡ്. വക്കഫ് വെരി ഗുഡ് തന്നെയാണ്. അതെ അത് അങ്ങനെ തന്നെയാണല്ലോ. സത്യത്തിന് വേണ്ടിയല്ലേ നമ്മൾ കൂട്ടു നിൽക്കുള്ളൂ. അസത്യത്തിന് വേണ്ടി കൂട്ടു നിൽക്കില്ലല്ലോ. എഴുതി വിട്ടോ കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. മനുഷ്യനായിട്ട് എല്ലാവരും ജീവിക്കുക. മനുഷ്യരെ വെറുപ്പിക്കുന്ന മനുഷ്യനായിട്ട് ജീവിക്കരുത്. ആരാണെങ്കിലും ഞാനാണെങ്കിലും പോലും. റിയാദിൽ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും വരണല്ലോ. റിയാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ വീടാണ്. നമ്മുടെ ഇന്ത്യ കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ഞാനായത് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മണ്ണിൽ കാലുവെച്ചതിന് ശേഷമാണ്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒരുപാട് അനീതികൾ കണ്ടപ്പോ ആ അനീതികൾക്കെതിരെ ശബ്ദം ഉയർത്താൻ തുടങ്ങിയത് ആ പുണ്യമാക്കപ്പെട്ട മണ്ണിൽ നിന്നാണ്. അപ്പോ ആ മണ്ണിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. എന്റെ ഉമ്മാനെ ഉമ്രയ്ക്ക് കൊണ്ടുപോയി ഉമ്മാന്റെ കൂടെ കഅബാലയം തവാഫ് ചെയ്ത്, സഫാ മർവ തവാഫ് ചെയ്ത്, പെറ്റ ഉമ്മാന്റെ കൂടെ എന്റെ ആദ്യത്തെ അധ്യാപികയായ എന്റെ ഉമ്മാന്റെ കൂടെ മക്കയും മദീനയും സന്ദർശനം നടത്താൻ ഭാഗ്യം കിട്ടിയത് ആ മണ്ണാണ്. ഒരിക്കലും മറക്കില്ല. ആ മണ്ണിനോട് മരണം വരയ്ക്കും സ്നേഹവും കൂറും എല്ലാം ഉണ്ടാകും. അത് വേറെ പറയുമ്പോൾ പറഞ്ഞു മാത്രം. സൗദി അറേബ്യയിൽ റിയാദിലെ എക്സിറ്റ് 9 ഞാൻ ഉണ്ടായിരുന്നത്. എന്റെ കഫീൽ ഇന്നും ഇടയിലിടയിൽ വിളിച്ച് സംസാരിക്കാറുണ്ട്. നല്ല ബന്ധങ്ങളാണ്, അവരൊക്കെ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. നമുക്ക് നല്ല നല്ല സഹായങ്ങൾ ചെയ്തൊരു കുടുംബമാണ്. ഷമീർ ഖാൻ മാഷാ അല്ലാഹ്. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വെറുതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വെറുതെ ഒരു ലൈവ് ഇട്ടതാണ്. ആരും വിചാരിക്കരുത്, ഒന്നും വിചാരിക്കരുത്. എല്ലാവരും ഭക്ഷണം കഴിച്ചോ? ഒരുപാട് പേര് പ്രവാസത്തിൽ ഉള്ളവരുണ്ടാകും, നമ്മുടെ കേരളത്തിനകത്തുള്ളവരുണ്ടാകും. ഇപ്പൊ സമയം 11:50 അപ്പൊ കുറെ ആയി ലൈവിൽ നിന്നും വരാറില്ല. ഇപ്പോ വലുതായിട്ടൊന്നും പ്രതികരിക്കാറില്ല. അത്യാവശ്യ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശബ്ദമുയർത്തും, അത് കഴിഞ്ഞാൽ പോകും എന്നല്ലാതെ ഇതല്ല നമ്മുടെ പണി. ചില ആളുകൾക്ക് ഇതാണ് പണി. ഇതിൽ നിന്ന് വരുമാനം നേടണം. അപ്പൊ എന്തെങ്കിലും വർഗീയത പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഭിന്നിപ്പുകൾ സൃഷ്ടിക്കണം. ഒരുത്തി ഇസ്രയേലിൽ നിന്ന് ഒരുത്തി വരും, ഒന്നും പറയണ്ട എന്റെ പൊന്നെ, പിടുത്തം വിട്ട കേസാണ്. പിടുത്തം വിട്ട കേസ് എന്ന് പറഞ്ഞാൽ പറയാനില്ല. വേറെ ഒരുത്തി ജർമ്മനിയിൽ നിന്നോ ഇല്ല UK ലണ്ടനിൽ നിന്നോ ഒരുത്തി വരും. വന്നിട്ട് ജാതിയും ഇല്ല മതവും ഇല്ല, എല്ലാ മതക്കാർക്കെതിരെയും പറയും. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക്, അത് പ്രത്യേകിച്ച് ഈ അറ്റം മുറിച്ചവർക്കെതിരെ ഒരുപാട്, ഈ അറ്റം മുറിഞ്ഞു പോയവർക്കെതിരെ എന്താണെന്ന് അറിയില്ല, ഭയങ്കര ദേഷ്യമാണ്. ഈ അറ്റം മുറിഞ്ഞവർ ഇവിളുകൾക്ക് വല്ല പണി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉള്ളത് പറയാലോ, വല്ലാത്ത ദേഷ്യം. നാസറുഭായി ഒന്നുമില്ല, അൽഹംദുലില്ലാ സുഖം. വെറുതെ ഒരു ലൈവ് ഇട്ടതാണ്. ഈ അറ്റം മുറിഞ്ഞവന്മാരെന്ന് പറഞ്ഞിട്ട് ചില സ്ത്രീകളെ കൊണ്ട് തോറ്റു. പറഞ്ഞാലും പറ്റില്ല, എത്ര പറഞ്ഞാലും തീരില്ല. ഇവരൊക്കെ ഒന്ന് നിർത്തിപ്പൊയ്ക്കൂടെ? നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രതികരിച്ചൂടെ? ഇവര് പ്രതികരിക്കുമ്പോ ഇവരുടെ അയൽവാസികൾ കേൾക്കുകയല്ലേ, അതാണ് രസം. ഇപ്പൊ നമ്മളിപ്പോ താമസിക്കുന്ന മലമുകളിലാണോ? അല്ല, മലമുകളിൽ ഒറ്റയ്ക്ക്, ആരുടെ സപ്പോർട്ടില്ലാതെ, ആരുടെ ഒന്നുമില്ലാതെ. അപ്പോ റാം നിന്നെ വേണ്ട, ഞാൻ ബ്ലോക്കാൻ പോവാണ്. ഇപ്പൊ ബ്ലോക്ക് ഒന്നുമില്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലോക്ക് ആട്ടോ. നീ വേണ്ട, നീ വർഗീയവാദിയാണ്. കാരണം നിന്റെ സംസാരത്തിൽ കാണുന്ന അങ്ങനെയാണ്. അപ്പോ ആരുടെയും സപ്പോർട്ടില്ലാതെ, ആരുടെയും ഒന്നുമില്ലാതെ ജീവിക്കുന്ന ആളുകളില്ലല്ലോ.
എല്ലാവരും എല്ലാ ആളുകളുടെ മുന്നിലും ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളൊക്കെ ഈ പ്ലാറ്റ്ഫോമിലൂടെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ അയൽവാസികൾ കേൾക്കില്ലേ? ഇപ്പോ ഒരു മുസ്ലിമായ ഞാൻ താമസിക്കുന്ന മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന ഏരിയയിലാണോ? എന്റെ ബന്ധങ്ങൾ മൊത്തം മുസ്ലിങ്ങളോട് മാത്രമാണോ? അല്ല, എനിക്ക് 90% ബന്ധങ്ങളുള്ളത് ഹൈന്ദവരോടാണ്. അത് വിട്ടാൽ എന്റെ ആളുകളോടാണ് കൂടുതലും ഹൈന്ദവ സഹോദരന്മാരുടെ ബന്ധങ്ങൾ. നമ്മൾ ജീവിച്ച പശ്ചാത്തലം അങ്ങനെയാണ്. അപ്പൊ നമ്മളൊരു മതങ്ങൾക്കെതിരെ പറയുമ്പോൾ തൊട്ടടുത്തുള്ള ആൾ അവിടെ ഉണ്ട്, അടുത്തുള്ള മറ്റെന്താ പറയുക, നമ്മൾ പറയുന്ന മതത്തിൽപ്പെട്ടവർ അവിടെ താമസിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഒരു കുടുംബം പോലെയാണ്, ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ്. നമ്മൾ അങ്ങനെ പറയരുത് എന്നുള്ള ചിന്ത വേണ്ടേ? ഇവര് വിദേശത്ത് പോയിരുന്നിട്ട് അടിച്ച് കസർത്തുകയാണ്. ഈ ആരോഗ്യം ഉള്ള കാലം വരെ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാൻ പറ്റും. ആരോഗ്യം ക്ഷയിക്കുന്നൊരു കാലം വരും, സംശയമൊന്നും വേണ്ടല്ലോ അല്ലെ? ആരോഗ്യം ക്ഷയിക്കുന്നൊരു കാലം വരുമ്പോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ തിരിച്ചു വരണം. തിരിച്ചു വന്നുകൊണ്ട് പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യണം. പൊതുസമൂഹത്തോട് നമ്മൾ മുഖം കാണിക്കണം, പൊതുജനങ്ങളോട് മുഖം കാണിക്കണം. അപ്പോ ഈ പണ്ട് പറഞ്ഞ യൗവനവും വർഗീയതയൊന്നും അപ്പൊ പറയാൻ പറ്റില്ല, കിട്ടില്ല. അപ്പൊ ആളുകൾ വിലയിരുത്തും, നീ ഇന്ന കാലത്ത് ഇന്ന രാജ്യത്തിരുന്നു കൊണ്ട് ഇന്ന മതങ്ങൾക്കെതിരെ ഇന്ന ആളുകൾക്കെതിരെ വ്യക്തിഹത്യ നടത്തിയ ആളല്ലേ, ഇന്ന മതങ്ങൾക്കെതിരെ അനാവശ്യമായിട്ട് പറഞ്ഞ ആളല്ലേ, സമൂഹത്തിൽ ഭിന്നിപ്പുകൾ സൃഷ്ടിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചവളല്ലേ, അല്ലെങ്കിൽ ഉപയോഗിച്ചവനല്ലേ എന്ന് പൊതുസമൂഹം വിലയിരുത്തില്ലേ? ഇതൊക്കെ ചിന്തിക്കണ്ടേ? എന്താ ചെയ്യാ? ആരും എങ്ങനെയാ പോട്ടെ, നമ്മൾ പറയേണ്ടത് പറഞ്ഞു എന്ന് മാത്രം. ആരെയും വിഷമിപ്പിക്കാനോ ദ്രോഹിക്കാനോ രാഷ്ട്രീയം പറഞ്ഞിട്ട് അല്ലെങ്കിൽ മതം പറഞ്ഞിട്ട് മനുഷ്യരെ ഭിന്നിപ്പിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. മരിക്കുന്നത് വരയ്ക്കും ഒരിക്കലും ശ്രമിക്കൂല. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാ കുടുംബത്തിലും അടുപ്പ് കത്തണം. എല്ലാവരും നല്ലപോലെ ജീവിക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഒരാൾക്ക് ഒരു അസുഖങ്ങളും വരാതെ. കണ്ടില്ലേ, ഓരോ കുടുംബത്തില് അസുഖങ്ങൾ വന്നിട്ട് ആശുപത്രിയിൽ പോയിട്ട് പൈസയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ചാരിറ്റി പ്രവർത്തകരെ സമീപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ സഹായം അഭ്യർത്ഥിക്കുന്ന ഒരുപാട് കുടുംബത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാത്ത ഒരുപാട് കുടുംബം അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന കുടുംബം, ഒരുപാട് കുടുംബത്തെ യുവതികൾക്ക് കല്യാണപ്രായം പോലും ആയിട്ട് കല്യാണം കഴിക്കാൻ പറ്റാതെ പെണ്ണ് കൊടുത്താൽ മാത്രം പോരല്ലോ, കെട്ടുകണക്കിന് കൊടുക്കണല്ലോ, സ്വർണങ്ങൾ കൊടുക്കണ്ടേ? ഇന്നത്തെ സ്വർണത്തിന്റെ വില എന്താണ്? എങ്ങനെയാ പോണത്? എന്റെ കല്യാണത്തിന് 4200 രൂപ ഉണ്ടായിരുന്നുള്ളൂ 2004 4200. ഇന്ന് 60-65 ആയി. ഓരോ കുടുംബത്തിൽ സ്വർണം പോലും വാങ്ങാൻ വഴിയില്ലാതെ കല്യാണം കഴിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾ, പെണ്ണുങ്ങൾ. അത് എല്ലാ സമുദായത്തിലും എല്ലാ മതങ്ങളിലുണ്ട്. മനുഷ്യരിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആളുകൾ, മനുഷ്യർ ഒരുപാട് കുടുംബത്തിൽ അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതിനെയൊക്കെ സഹായിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാവട്ടെ. ഒരുപാട് എന്താ പറയാ, ഒരുപാട് ആളുകളുടെ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുള്ള, അതൊന്നും വരാതിരിക്കട്ടെ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. എല്ലാവർക്കും പടച്ചവൻ അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കട്ടെ എന്ന് എല്ലാവരും സന്തോഷത്തോടെ മുന്നോട്ട് പോട്ടെ. ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുടുംബങ്ങൾ, കടങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവര്, ഈ പറയുന്ന വർഗീയവാദികൾക്ക് വല്ലതും അറിയോ? അവർക്കൊന്നും ഒരു വിഷയം ഉണ്ടാവില്ല, ഒരു വിഷമം ഉണ്ടാവില്ല, അടിച്ചു വിടുകയാണ്. പടച്ചവൻ വിചാരിച്ചാൽ ഇട്ട തുണി പോലും വെക്കേണ്ടി വരും. ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കെട്ടിയ സ്വപ്ന ഭവനമായ നമ്മുടെ ഭവനം, നമ്മുടെ വീട് വിൽക്കേണ്ടി വരും. ഒരു രോഗം വന്നാൽ മതി സുഹൃത്തെ, ഒരു രോഗം വന്നാൽ തന്നെ കഴിഞ്ഞില്ലേ, എല്ലാം കഴിഞ്ഞു, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ വന്ന വെള്ളം നിന്ന വെള്ളത്തെയും കൊണ്ടുപോകുക എന്ന് പറയില്ലേ? ഒരു രോഗം, ഒരു കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞില്ലേ, ഒരു ക്യാൻസർ വന്നാൽ കഴിഞ്ഞില്ലേ? എന്തെങ്കിലും ശരീരത്തിനകത്തുള്ള അവയവങ്ങളിൽ ഏതെങ്കിലും ഒരു അവയവം കേടുപറ്റിയാൽ ഇരിക്കുന്ന വീട് വിറ്റാലും ജനങ്ങളോട് പിച്ചയെടുത്താൽ പോലും ചിലപ്പോൾ താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെയൊന്നും വരുത്താതിരിക്കട്ടെ. ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. അവരുടെ ബുദ്ധിമുട്ടൊക്കെ പടച്ചവൻ എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കട്ടെ. എല്ലാവർക്കും നല്ലത് കൊടുക്കട്ടെ. ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് കഷ്ടത്തിലാണ്. നമ്മളൊക്കെ ശരിക്കും പറയാം, നമ്മളൊക്കെ 5 നേരം നിസ്കാരമാണ്, 3 നേരം ഭക്ഷണം കഴിക്കുന്നവരെ നമ്മളൊക്കെ അല്ലെ. 3, 4, 5 നേരം ഭക്ഷണം കഴിക്കും. നമ്മുടെ അയൽവാസികൾ എത്ര നല്ല പോലെ ജീവിക്കുന്നുണ്ട് നമ്മളൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. അവരുടെ വഴി, നമ്മൾ നമ്മുടെ വഴി. അങ്ങനെയൊന്നുമല്ല വേണ്ടത്. നമ്മളൊക്കെ ആരെങ്കിലൊക്കെ ബുദ്ധിമുട്ടുന്ന, നമ്മുടെ പരിസരത്ത് ആരെങ്കിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടോ?
എന്ന് ചിന്തിക്കുന്ന, അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളുകൾ ഇല്ല എന്നല്ല, ഉണ്ട്, ഒരുപാട് പേരുണ്ടാകും. എൻ്റെ അറിവിലുണ്ട്, അത് വേറെ വിഷയം. എന്നാലും ഞാനടങ്ങുന്ന ആളുകൾ പോലും എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ എൻ്റെ മോന്റെ ബർത്ത്ഡേ ആണ്, ഒരു 3 ബിരിയാണി വേണം എന്ന് പറയുമ്പോൾ അയൽവാസി ഭക്ഷണം കഴിച്ചോ നമ്മൾ മറ്റേ എന്താ പറയുക ശ്രദ്ധിക്കാറുണ്ടോ, ചിന്തിക്കാറുണ്ടോ? അവരുടെ വീട്ടിൽ എന്താ അവസ്ഥ എന്ന് അവർക്കേ അറിയുള്ളൂ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മൾക്ക് വരാതിരിക്കട്ടെ. നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയും മനുഷ്യത്വം മരവിക്കാതെ മനുഷ്യത്വപരമായി നല്ല രീതിയിൽ സമൂഹത്തിന് മുന്നിൽ നാടിന് വേണ്ടി പൊതുജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായി ജീവിക്കുകയാണെങ്കിൽ സർവശക്തനായ തമ്പുരാൻ നമ്മൾക്കൊരു ബുദ്ധിമുട്ടും വരുത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പഠിച്ച പാഠവും അങ്ങനെ തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ. സമയം 12 വെറുതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വന്നതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നവർ, അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന്. അവർ നശിച്ചു പോട്ടെ എന്ന് ഒരിക്കലും പറയുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ നാശമാണ് അല്ലേ. ഒരു എതിരാളികളാണ്, എന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു എതിരാളി, ആ വ്യക്തിയാണെങ്കിൽ പോലും അവന്റെ നാശം കാണാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. അവന് നല്ലത് കൊടുക്കട്ടെ, അവന് നല്ല ബുദ്ധി കൊടുക്കട്ടെ, നല്ല വിവരം കൊടുക്കട്ടെ, നല്ലപോലെ സമൂഹത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും സർവേശ്വരിൽ നിന്ന് അവന് കൊടുക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ. ഒരിക്കലും അവൻ നശിച്ചു പോട്ടെ എന്ന് പറയില്ല. എല്ലാ മനുഷ്യരും നന്നായി ജീവിക്കണം, സന്തോഷത്തോടെ മുന്നോട്ട് പോകണം, ഐക്യത്തോടെ ജീവിച്ചു പോകണം. നമ്മുടെ കുടുംബങ്ങളൊക്കെ നോക്കിയില്ലേ, മാതാപിതാക്കളൊക്കെ നല്ലപോലെ സംരക്ഷിക്കണം. ഇന്ന് GCC അതും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. GCC രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നല്ല ലക്ഷക്കണക്കിന് രൂപ സാലറി വാങ്ങുന്ന ഒരുപാട് യുവാക്കൾ അവരവരുടെ മാതാപിതാക്കളെ നാട്ടിൽ കൊണ്ടിട്ടിട്ട് പോവാണ്. അവരും അവരുടെ ഭാര്യയും മക്കളും സെറ്റിൽഡാണ്. 1 വർഷമോ അല്ലെങ്കിൽ 6 മാസമോ അല്ലെങ്കിൽ 2 വർഷമോ കഴിഞ്ഞ് നാട്ടിലേക്ക് വരും. അച്ഛ അല്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ ഫാദർ എന്നൊക്കെ പറഞ്ഞു വരും അല്ലേ. വന്നിട്ട് അവരെയൊന്നും സംരക്ഷിക്കുകയല്ല, അവരെയൊന്നും കൊണ്ടുപോകില്ല. കൊണ്ടുപോയി പോറ്റണ്ടേ, നോക്കണ്ടേ. അവർക്ക് മാസാമാസം കെട്ടുകണക്കിൽ കൊണ്ട് പൈസ അയച്ചു കൊടുക്കുകയായിരിക്കും. കോടിക്കണക്കിന് രൂപയുടെ വീട് കെട്ടി വെച്ചിട്ട് അവരെ അവിടെ ഇരുത്തുകയാണ്. ആ വീട്ടിൽ ഒരു ഹോം നഴ്സറിയും കൊണ്ടിരുത്തും. അവർക്ക് മാസം 10, 15, 20, 25, 30 സാലറിയും കൊടുക്കും. അവരെ നോക്കിക്കോ, ഞങ്ങൾ പോവുകയാണ്, ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും സേഫോ ലണ്ടനില, അല്ലെങ്കിൽ ഞാൻ എന്റെ ഭാര്യയും മക്കളും GCC രാജ്യങ്ങളിൽ അല്ലെങ്കിൽ യൂറോപ്പിലാണ് അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ്. എന്നെ ഉണ്ടാക്കിയത് എന്റെ തന്തയാണ്, എന്നെ ചുമന്നത് എന്റെ മാതാവാണ് അല്ലെ, എന്റെ ഉമ്മയാണ് അല്ലെങ്കിൽ എന്റെ അമ്മയാണ്. എന്റെ കാരണക്കാർ എന്റെ മാതാവും എന്റെ പിതാവുമാണ്. നമ്മൾക്ക് ലക്ഷങ്ങളും കോടികളും ഇപ്പൊ നിലവിൽ സ്വത്തുക്കളുണ്ട്. അത് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾക്ക് തന്ന ഭിക്ഷയാണ് എന്നുള്ള ചിന്തയൊന്നും ഇല്ലാതെ കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ സാലറി വാങ്ങിച്ചുകൊണ്ട് അന്യരാജ്യത്തിരുന്നു കൊണ്ട് സ്വന്തം മാതാപിതാക്കളെ പോലും അവർക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ എന്ന്. എന്റെ മക്കൾ അമേരിക്കയിലാണ്, എന്റെ മക്കൾ ഗൾഫിൽ സൗദി അറേബ്യയിലാണ്, അല്ലെങ്കിൽ എന്റെ മക്കൾ UK-യിലാണ്, നല്ല പൊസിഷനിലാണ്, നല്ല വരുമാനമുണ്ട്, അല്ലെങ്കിൽ നല്ല കോടിക്കണക്കിന് ആസ്തിയുണ്ട്. എന്റെ മക്കൾ എന്നെ നോക്കണം. എന്നിലുണ്ടായ ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ നേരിട്ട് നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല. അവരെ കൊണ്ടുപോയിക്കൂടെ? നിങ്ങൾ വീട് പല വാടകയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അടച്ചുപൂട്ടുക, അല്ലെങ്കിൽ വിൽക്കുക ചെയ്തിട്ട് അവരെ കൊണ്ടുപോയിക്കൂടെ? നിങ്ങൾക്ക് അവിടെ സുഖവാസം അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയും മക്കളും മതി, സുഖിച്ച് ജീവിക്കും. ഇവര് വയസ്സായവർ, ഇവരാരാണല്ലേ? ഇവരില്ലെങ്കിൽ നമ്മളുണ്ടോ? ചിന്തിക്കുകയില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ വളരെ അപൂർവമാണ്. ചിന്തിക്കുന്ന ആളുകളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ചിലവർ സാഹചര്യം മൂലം കൊണ്ടുപോകാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും. അവരെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. ചില ആളുകൾ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുകയാണ് മാതാപിതാക്കളെ. കേരളത്തിലെ 14 ജില്ലകളിൽ വൃദ്ധസദനങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുക, അപ്പൊ അറിയും. ഈ വൃദ്ധസദനങ്ങളിലൊക്കെ സന്ദർശനം നടത്തുക. എന്നിട്ട് ഈ പറയുന്ന വൃദ്ധസദനങ്ങളിൽ പോവുക. സന്ദർശനം നടത്തിയ ശേഷം അവിടെ പോകുമ്പോൾ അവിടെ മക്കളില്ലാത്ത മാതാപിതാക്കൾ ചുരുക്കമായിരിക്കും. എല്ലാ അവകാശികളും ഉണ്ടാവും, എല്ലാ മക്കളും ഉണ്ടാവും, എല്ലാവിധ ആധുനിക സൗകര്യത്തോടെ ജീവിക്കുന്ന മക്കളായിരിക്കും. പക്ഷെ മാതാപിതാക്കൾ എവിടെയാണ്? വൃദ്ധസദനങ്ങളിൽ. ദൈവങ്ങളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടിരുത്തി അന്യരാജ്യത്ത്, ഞാൻ പറയുന്നില്ല, അന്യരാജ്യത്ത് പണിക്ക് വേണ്ടി ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ട് അവര് അവിടുത്തെ പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലും പോയി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നല്ലത് തരണേന്ന്. എങ്ങനെയാ നല്ലത് കിട്ടുക? ഇവിടെ ദൈവങ്ങളെ വൃദ്ധസദനങ്ങൾ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. ദൈവങ്ങളെ വീട്ടിനകത്ത് കൊണ്ടിട്ടിട്ട് എല്ലാവിധ സൗകര്യങ്ങൾ കൊണ്ടുപോയി സംരക്ഷിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും വീട്ടിനകത്ത് കൊണ്ടിട്ട് ചെലവിനും കൊടുത്തിട്ട് ഒരു ഹോം നഴ്സിനെ കൊണ്ടിട്ടിരിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട് ഇന്നത്തെ ഈ ലോകത്ത് ഇല്ലേ. എന്ത് പറയാനാണ്? ഇവരോടൊക്കെ എന്താ സംസാരിക്കുക? നമ്മൾ വിഷമമുണ്ട്. ഒരുപാട് ഈ
പത്രമാധ്യമങ്ങളിലൂടെ, TV ചാനലിലൂടെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നത് കൊണ്ട് വളരെ വിഷമമുണ്ട്. ആ വിഷമം കൊണ്ട് ഞാൻ ജസ്റ്റ് ഈ കാര്യം ഈ പ്ലാറ്റ്ഫോമിലൂടെ അവതരിപ്പിച്ചത്. ആരെങ്കിലും ഒരാളെങ്കിലും ഒരു നല്ല ബുദ്ധി വരികയാണെങ്കിൽ അത് കൊടുക്കട്ടെ. ആ നല്ല ബുദ്ധി ഉണ്ടാവുമല്ലോ, വരികയാണെങ്കിൽ വരട്ടെ എന്നുള്ള പേരിൽ പറഞ്ഞതാണ്. തെറ്റിയിരിക്കരുത്. എന്റെ മാതാപിതാക്കളെ നല്ലപോലെ സംരക്ഷിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. എന്താ പറയാ, മാതാപിതാക്കളില്ലെങ്കിൽ നമ്മളില്ല മക്കളെ. മാതാപിതാക്കളാണ് നമ്മുടെ ദൈവം. മാതാപിതാക്കളെ നല്ലപോലെ സംരക്ഷിക്കാതെ, മാതാപിതാക്കളെ പൊലയാട്ടം പറഞ്ഞ് അവർക്ക് കഞ്ഞിയും കൊടുക്കാതെ, അവരെ ഭാര്യയുടെ വാക്കും കേട്ട് അവരെ അപമാനിച്ചുകൊണ്ട്, അവരെ തെറിയും പറഞ്ഞ് അവരെ മോശമാക്കിക്കൊണ്ട് സംസാരിച്ച് അവരെ വിഷമപ്പെടുത്തി നിങ്ങൾ ഏത് ദേവാലയങ്ങളിലും പള്ളിയിലോ അമ്പലങ്ങളിലോ ചർച്ചുകളിലോ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ആദ്യം മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങുക. ആ മാതാപിതാക്കൾക്ക് എത്രത്തോളം പ്രായമായിട്ടുണ്ടോ അതുപോലെ പ്രായം മക്കളായ നമ്മൾക്കും ആവും. ആ ആവുന്ന ഒരു കാലം വരും. ആ കാലം വരുമ്പോൾ നമ്മുടെ ഇന്ദ്രിയ തുള്ളികളിലൂടെ ഉണ്ടായ നമ്മുടെ മക്കളുണ്ട്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നല്ലപോലെ സംരക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ മക്കൾ നമ്മളെയും സംരക്ഷിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിടുത്തം വിടും, സംശയം വേണ്ട, നമ്മളൊക്കെ പടുകുടിയിലാവും. അപ്പോ അങ്ങനെയൊന്നും ഇല്ലാതെ മാതാപിതാക്കളെയൊക്കെ, കുടുംബത്തെ എല്ലാ അംഗങ്ങളെയും നല്ല പോലെ നോക്കി മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ലൈവ് അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ പേരിൽ എത്ര പേർക്ക് വിഷമമുണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ പാതിരാത്രി 12 മണിക്ക് കമറുദ്ദീൻ നെന്മാറയെന്ന ആ ഡാഷ് മോന് വല്ല കാര്യമുണ്ടോ ഈ സമയത്ത് ഞങ്ങളുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് ലൈവ് ചെയ്യാൻ എന്നൊന്നും ചിന്തിക്കരുത്. ഞാൻ അങ്ങനെ ഡെയിലി ഒന്നരാടം ലൈവിൽ വന്ന് പ്രതികരിക്കുന്ന ഒരാളല്ല. നമ്മുടെ ഒരുപാട് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, നമ്മുടെ ഒരുപാട് സഹോദരന്മാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരോട് കുശലം പറഞ്ഞുകൊണ്ട്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ലൈവിൽ വന്നാണ്. ബുദ്ധിമുട്ട് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ക്ഷമ ചോദിക്കാം. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രതികരിക്കുക. രാഷ്ട്രീയ നേതാക്കന്മാർ, രാഷ്ട്രീയക്കാർ മറ്റുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയും, അതൊന്നും കേൾക്കരുത്. നിങ്ങളിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ആശയങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ചിഹ്നം ഏതാണോ ആ ചിഹ്നത്തേക്ക് വോട്ട് ചെയ്യുക. മറ്റുള്ള ചിഹ്നത്തേക്ക് വോട്ട് ചെയ്യുന്നവരെ വെറുപ്പിക്കരുത്. എല്ലാവരും വേണം. എല്ലാവരും ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ്. നമ്മുടെ രാജ്യത്ത് നല്ല പോലെ ജനാധിപത്യം മുന്നോട്ട് പോകണം. ഐക്യത്തോടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ മണ്ഡലങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നല്ലത് ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. രാഷ്ട്രീയത്തിനപ്പുറമാണ് നമ്മുടെ ബന്ധങ്ങൾ എന്ന് ആരും മറക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്റെ ഇത്രത്തോളം വാക്കുകൾ പറയുമ്പോൾ കേട്ടുകൊണ്ടിരുന്നതിന് വളരെ സന്തോഷം. അപ്പോ പാലക്കാട് വോട്ട് എത്രയും കമറുക്ക, പാലക്കാട് വോട്ടിന്റെ കാര്യമൊന്നും പറയുന്നില്ല ഭായി. നെന്മാറയിൽ എവിടെയാണ് ബ്രോ എന്ന് അസീസ് ഭായി? നെന്മാറയിൽ നെല്ലിപ്പാടം, വല്ലങ്ങി നെല്ലിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ നമ്മുടെ വേല വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തിന്റെ മുകളിലായിട്ടാണ് താമസം. ആ പാടങ്ങളുടെ മുകളിലായിട്ടാണ് താമസം. കുഴപ്പമൊന്നുമില്ല. ഓക്കെ എന്നാൽ സ്ലോ കണക്ഷൻ. അപ്പൊ ഞാൻ കട്ട് ചെയ്യണം കേട്ടോ. അസ്സലാമു അലൈക്കും.